രാവിലത്തെ ട്രേഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അന്ന് മാർക്കറ്റ് കത്തരും. പിന്നെ വല്ല 5 പോയിന്റ് 10 പോയിന്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. Q2 Q3 എങ്ങനെ നന്നാകും എന്നാണ് നിങ്ങൾ പറയണത്? സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ടുകളുടെ ഒരു മെനയാണ് സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ. വാല്യൂ ഇൻവെസ്റ്റേഴ്സിനും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാവരെയും ട്രാപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒന്നുകൂടി മാർക്കറ്റ് മുകളിലൊക്കെ കൊണ്ടുപോയി ഓൾ ടൈം ഹൈ കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യിപ്പിച്ചാൽ. ലാസ്റ്റ് വീക്ക് ഒരു 25,000 ഒരു കറക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും 25,000 നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ 25,000 ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് എന്നുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ലേറ്റ് ആയി പോയെന്നാണ്. ഞാൻ 2 ദിവസം മുമ്പ് പ്രതീക്ഷിച്ചിരുന്നു. വെള്ളിയാഴ്ചയെ വന്നുള്ളൂ. പക്ഷെ ക്ലോസ് ചെയ്തത് 25,000 താഴത്താണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇനി താഴെ പോകുമോ മുകളിൽ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടോണോ എന്നുള്ളതാണ്. എന്നാൽ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ബെയറിഷ്നെസ് വരും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമ്മൾ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 600 എത്തിയപ്പോൾ മുതൽ നമ്മളത് കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് കൂടുതൽ വീറിഷാവാൻ സാധ്യതയുണ്ട്, ഇതൊരു ഹൈ വാല്യുവേഷൻ സോണാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ഹൈ വാല്യുവേഷൻ ആയതുകൊണ്ടാണ്, ടെക്നിക്കലി മാത്രമല്ല ഫണ്ടമെൻ്റലി മാർക്കറ്റ് ഭയങ്കര ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ. അതുപോലെ റിസൾട്ട്സും നെഗറ്റീവ് തന്നെയായിരുന്നു. അതെ, റിസൾട്ട്സുകൾ നെഗറ്റീവ് ആണെന്ന് വെച്ചപ്പോൾ റിലയൻസിൻ്റെ റിസൾട്ട് കുറച്ച് നല്ലതാണ്. ഫണ്ടമെൻ്റലി കൂടി നമ്മൾ വാല്യുവേഷൻ കൂടി നമ്മൾ നോക്കണം. നമ്മൾ ഇപ്പോൾ പി റേഷ്യോ ഒക്കെ നോക്കാൻ പല ആളുകൾക്കും അറിയില്ല. ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ റിസൾട്ട് വരുമ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കാനൊന്നും പല ആളുകളും അതിനെക്കുറിച്ചൊന്നും മെനക്കെടാറ് പോലുമില്ല. അപ്പം ശരിക്കും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ലാതെ കുറച്ച് ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ബേസിക്സ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരു നല്ലൊരു ബുക്കുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന സീബ്രയുടെ ഈ ഒരു ബുക്ക്. ഇത് ഒരു ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് പലപ്പോഴും ഭയങ്കര പേടിയാണ്, ഇത് മൊത്തം വായിച്ചെടുക്കണമല്ലോ എന്നുള്ളതൊക്കെ. ഈ ബുക്കിൽ ഇതെല്ലാം വളരെ പിക്ചർ റെപ്രസെൻറ്റേഷനിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കവർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതൊരു ആഡായിട്ട് മാത്രം എടുക്കണ്ട, ഇത് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. പിന്നെ F&Oൻ്റെ PDF ഒക്കെ ആണെങ്കിലും ഞാൻ ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്ത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഈ ബുക്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 101 ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനറിന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ബുക്കാണ്. ഇപ്പോൾ സീബ്രയുടെ എല്ലാ ബുക്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ പിക്ചർ റെപ്രസെൻറ്റേഷനിൽ ഒരു ബിഗിനറിന് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഫണ്ടമെൻ്റൽ അനാലിസിസിന് വാല്യുവേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പി റേഷ്യോ എന്താണ്, പി റേഷ്യോ വെച്ച് എങ്ങനെ വാല്യുവേഷൻ ചെയ്യാം, ഇതെല്ലാം കുറേ എക്സാമ്പിൾസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഒരു ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വളരെ സൂപ്പർ ബുക്കാണ്. അപ്പോൾ സുനിൽ 20 എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂപ്പൺ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20% ഓഫറിൽ ഇപ്പോൾ ഒരു ബുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ബുക്ക് വാങ്ങി വെച്ചിരിക്കണം, അത് വായിച്ചിരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ഈ ബുക്ക് വാങ്ങാനുള്ള ഒരു ലിങ്ക് കൂടി ഞാൻ ആഡ് ചെയ്യാം. നമ്മൾ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെങ്കിൽ വാല്യുവേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം. വാല്യുവേഷൻ നന്നാവണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? റിസൾട്ടുകൾ നന്നാവണം, ഏണിങ്സ് നന്നാവണം. ഏണിങ്സ് നന്നാവാതെ ഒരിക്കലും വാല്യുവേഷൻ നന്നാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ 22 PE അല്ലെങ്കിൽ 21 എബവ് PEയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ഗെയിമാണ്. ഇതെല്ലാ സ്ഥലത്തും എല്ലാവരും പബ്ലിക്കായിട്ട് പറഞ്ഞ് തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 21,000 വരെ പോയി. ആ സമയത്ത് എന്ത് പറ്റി? പലരും SIPയിലൊക്കെ കുറച്ചൊക്കെ കുറവ് വരുത്തി. പക്ഷെ അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് 25,000 വന്നു കഴിഞ്ഞപ്പോൾ SIP ഒക്കെ വീണ്ടും ആൾക്കാർ ശക്തമായിട്ട് തുടർന്നു. ഇവിടെയൊക്കെയുള്ളൊരു കോമൺ പ്രതിഭാസം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, FIs ആക്റ്റീവ് അല്ല. FIs പഴയ പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ഒറ്റ റീസണേ ഉള്ളൂ, വി ആർ ഇൻ എ ഹൈ വാല്യുവേഷൻ. ഇത്തരം ഹൈ വാല്യുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അവർക്ക് പാരലായിട്ടുള്ള മറ്റ് മാർക്കറ്റുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ. ഈ മാർക്കറ്റ് 26,000 എത്തിയപ്പോൾ അതിലും വലിയ ഹൈ വാല്യുവേഷൻ ആയിരുന്നു. അതെ, ഈ ഏകദേശം ഇതേ വാല്യുവേഷൻ തന്നെ അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് കറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഏണിങ്സ് പിന്നീട് വന്ന Q3 ആണെങ്കിലും Q4 ആണെങ്കിലും ഏണിങ്സ് മോശമായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഏണിങ്സ് മോശമായി കഴിഞ്ഞാൽ വാല്യുവേഷൻ ഹയർ വാല്യുവേഷനിലോട്ട് പോകും. അതുകൊണ്ടാണ് ഗ്രാജുവലി മാർക്കറ്റ് കറക്റ്റ് ചെയ്തത്.
ദെൻ കുറച്ച് ഹൈ ലിക്വിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഒന്ന് വാല്യുവേഷൻ ഒന്ന് ലിക്വിഡിറ്റിയാണ്. നമ്മുടെ മാർക്കറ്റിൽ ഹൈ ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കൂടുതൽ ആളുകൾ ഇപ്പോൾ മാർക്കറ്റിലോട്ട് വരുന്നൊരു പ്രതിഭാസമുണ്ട്. സ്ലോയ്ക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മളെ കാണാനായിട്ട് ഒരു വൈഫും ഹസ്ബൻഡും കൂടി ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് IT വർക്ക് ചെയ്യുന്നത്. അപ്പോൾ IT ജോബ് ഭയങ്കര മടുപ്പാണ്, ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് കടക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. സോ പ്രൊഡക്റ്റീവായിട്ടുള്ള ജോബിൽ നിന്ന് ആളുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള സാധനം തന്നെയാണ്. കാരണം ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അധ്വാനത്തിൽ കൂടെയല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതൊരു നോർമൽ അധ്വാനമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ഇൻകം സോഴ്സ് മാത്രമായിട്ട് എല്ലാവരും കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആരും ജോലിക്ക് പോവില്ല, എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട്. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഒരു പീക്ക് പൊസിഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഓവർ വാല്യൂഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരികയും അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകും എന്ന് ഒരു പൊതുവെ സംഭവിക്കുന്ന സംഭവമാണ്. ആ ഒരു ഡിമാൻഡ് വന്ന് വാല്യുവേഷൻ കൂടി എന്നാണ് സുനിൽ പറയുന്നത്. അത്ര വാല്യുവേഷൻ ചിലപ്പോൾ എത്തിയിട്ടില്ലായിരിക്കാം, അത് ഞാൻ പറയാം. പക്ഷേ സുനിൽ ഇപ്പോൾ ഒരു IT ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ഷോർട്ട് ടൈം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്, സിംഗ് ചെയ്യുന്നുണ്ട്. സിംഗ് അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എന്നാലും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത് വന്നാണ്. അപ്പോൾ പുള്ളി അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ബിസിനസ്സായിരുന്നു, ആ ബിസിനസ്സിനേക്കാൾ എളുപ്പമാണ് ചെയ്യാൻ, എനിക്ക് അത്ര സ്ട്രെസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇൻട്രാഡേ ഓപ്ഷൻസ് ഒക്കെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അതെനിക്ക് വേണ്ട, ഞാൻ ഇതിൽ തന്നെ ചെയ്തോളാം. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത് എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു ബിസിനസ്സിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10% to 12% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ്. ഈ മനസ്സിലാക്കുമ്പോൾ മറ്റ് ബിസിനസ് ചെയ്താലും ഈ 15% ഗ്രോത്ത് കിട്ടുന്നുള്ളൂ എന്ന് ഫീൽ ചെയ്യുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും, നോക്കുക അതിന് ഭേദം ഞാൻ ഇതെല്ലാം എൻ്റെ ബിസിനസ് എല്ലാം വിറ്റ് പറക്കി ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ട് മിണ്ടാതിരുന്നൂടെ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയല്ല. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് മാർക്കറ്റ് അപ്പാകുമ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കറക്ഷൻ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ ലാസ്റ്റ് കറക്ഷൻ ചിലപ്പോൾ കൊറോണ കൊണ്ട് ഉണ്ടായ കറക്ഷൻ ആയിരിക്കാം. പക്ഷേ 2008 ഒക്കെ ഉണ്ടായ കറക്ഷൻ എന്ന് പറയുന്നത് ഇത്ര നാൾ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കുറവല്ല. വാല്യൂഷൻ കൂടി കഴിഞ്ഞാൽ അതുണ്ടായാലേ പറ്റുള്ളൂ. പൈസ കൂടുതൽ ഫ്ലോ വന്നു ഭയങ്കര മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ഹോപ്പിൻ്റെ പുറത്ത് മാത്രം ഒരു ബബിൾ എന്ന് പറയുന്ന ലെവലിലോട്ട് മാർക്കറ്റ് പോകും. അവിടെ നിന്നൊരു കറക്ഷൻ വരുമ്പോൾ ഇതൊരു അടപടലം കറക്ഷനായിരിക്കും. ഈ ഇടക്കാലം കൊണ്ട് വന്ന എല്ലാവരെയും തുടച്ച് നീക്കി അവരെല്ലാം പേടിപ്പിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ നാളെ പോയി മാർക്കറ്റ് പൊട്ടുകയാണ്, മാർക്കറ്റ് 50% കറക്റ്റ് ചെയ്യാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ എൻ്റെ തോട്ട് ഷെയർ ചെയ്യുന്നതാണ്. 91 മാർക്കറ്റിൽ, അതായത് അർഷദ് മേത്ത സ്കാമിൻ്റെ സമയത്ത് മാർക്കറ്റിൽ വന്ന് പണി കിട്ടി നിർത്തിപ്പോയ കുറേ ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിൽ തിരിച്ചു വന്ന് നിങ്ങൾ കണ്ടോ. 2008 മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് പണി കിട്ടി നിർത്തിപ്പോയ പലരും ഇപ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾ കണ്ടോ. ഇതൊക്കെ സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 91 അർഷദ് മേത്ത സ്കാമിൽ എന്താ സംഭവിച്ചത്? അപ്രകാരം വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യുമുലേറ്റീവ് ആവുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാ സാധാരണക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് അട്രാക്റ്റ് ആവുന്നു. കേരളത്തിൽ പോലും ആ സമയത്ത് ഒട്ടും പ്രചാരത്തിൽ ഉണ്ടാവുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ പോലും സംസാരിക്കുന്നു, നമ്മുടെ ആളുകളെല്ലാം സംസാരിക്കുന്നു. എന്താ സംഭവിച്ചു? വലിയൊരു കറക്ഷനാണ്. 2007 എന്താ സംഭവിച്ചു? ഇതുപോലെ തന്നെയാണ്. അബ്നോർമൽ ഗ്രോത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കുന്നു, ആളുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കറക്ഷനിലോട്ട്. ഇപ്പോൾ അത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തലയിൽ വേണമെങ്കിൽ കെട്ടിവെക്കാം. പക്ഷേ 91 2007 ഏത് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു? ആരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഇനി ഇത് പോട്ടെ, ഇനി സോഷ്യൽ മീഡിയ പോട്ടെ, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ പോർച്ചുഗലിൽ തുലിപ്സ് ഫ്ലവർ, ഞാൻ ഈ കഥ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, തുലിപ്സ് ഫ്ലവറിൻ്റെ വില ഇതുപോലെ കൂടിപ്പോയി. നാട്ടുകാരെല്ലാവരും സ്വന്തം കിടപ്പാടം വരെ വിറ്റ് തുലിപ്സിൻ്റെ കിഴങ്ങ് വാങ്ങി കൃഷി ചെയ്തവരും കച്ചവടം നടത്തിയവരാണ്. എന്ത് സംഭവിച്ചു? ഒറ്റ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് പോർച്ചുഗൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ വരെ എത്തിയ പോർച്ചുഗീസുകാരാണ് അല്ലേ, അത്രയും വലിയ സാമ്രാജ്യം ഒന്നും അല്ലാതെ ആയിപ്പോയത് ഈ 17-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെയുള്ളൊരു മാർക്കറ്റ് ക്രാഷിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ക്രാഷിലോട്ട് നമ്മൾ എത്തിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. പക്ഷെ വാല്യുവേഷനിൽ എനിക്ക് നല്ല ഫിയർ ഉണ്ട്. സില പറയുന്നത് അധികം ആൾക്കാർ ഈ ഏരിയയിലേക്ക് വരണ്ട, കുറച്ച് പേരെ കൊണ്ടൊക്കെ ഇതിങ്ങനെ സെറ്റായി പോകും. എന്തുവാണ് സബ്സ്ക്രൈബേഴ്സിന് നെഗറ്റീവ് അല്ല, നമ്മളത് പേടിക്കേണ്ട സാഹചര്യം അധികം ദൂരമല്ല എന്നാണ് ഞാൻ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ 26,000 മാർക്കറ്റ് എത്തി 21,000 കറക്റ്റ് ചെയ്തു. ഐ ഫീൽ അത് നല്ലൊരു വാല്യുവേഷനിൽ ലെവലിൽ വന്നു. അവിടെ നിന്ന് റിക്കവർ ചെയ്തു. ഇപ്പോൾ 25,000 സംതിങ്ങിൽ വന്ന് നിൽക്കുന്നു. ഈ പറഞ്ഞ റിസൾട്ട് മോശം എന്ന് പറയുന്നത് അടുത്ത ക്വാർട്ടറിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹിറ്റ്. ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് ഇപ്പൊ Q2 Q3 അടിപൊളിയാണെങ്കിൽ എനിക്ക് വ്യൂ ഇല്ല, പക്ഷെ എങ്ങനെ നന്നാകും? അതുപോലെ ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് അടുത്ത സെറ്റ് ആണെങ്കിൽ പിന്നെ Q2 Q3 എങ്ങനെ നന്നാകും എന്നാണ് നിങ്ങൾ പറയണേ? സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല സെയിൽസ് ഗ്രോത്തുകളും ഒരു കമ്പനി ഇപ്പൊ പല കമ്പനി Q1 ഇറക്കുമ്പോൾ എല്ലാ കമ്പനികളും മാനേജ്മെന്റിൽ അടുത്ത ക്വാർട്ടറിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, എല്ലാവരും എക്സ്പെക്ടേഷൻ കുറയ്ക്കുകയാണ്. സോ കമ്പനിയുടെ മാനേജ്മെന്റിന് എക്സ്പെക്ടേഷൻ ഇല്ല, പിന്നെ ആർക്കാ എക്സ്പെക്ടേഷൻ ഉള്ളത്? സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണോ? ഒരിക്കലും അല്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറും ഒരുപോലെ അല്ല, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം നമ്മൾ PSU ബാങ്ക്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്സ് എനിക്കൊരു ബുള്ളിഷ്നെസ് കാണാം. ഞാൻ ബാങ്കുകൾ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. പക്ഷേ PSU ബാങ്ക്സിൽ നല്ലൊരു സ്ട്രെങ്ത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ടെമ്പററി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് ചിലപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ പണ്ട് ഞാൻ ട്രേഡ് ചെയ്തിന് എടുക്കുന്ന സമയത്ത് 90 രൂപയായിരുന്നു. ഇപ്പോഴും ആ ഒരു 113 ലെവലിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ 85 രൂപയിൽ അന്ന് അതിന് GTT ഓർഡർ കാണിച്ചു കൊടുക്കാനായിട്ട് SL ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതൊന്നും അടിച്ചിട്ടില്ല. ഇല്ല, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒന്നും ആ 130 റേഞ്ചിലോട്ടൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അതൊക്കെ എല്ലാ PSU ബാങ്കുകളും, നിങ്ങൾ എല്ലാ PSU ബാങ്ക്സിൻ്റെ ചാർട്ട് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ബുള്ളിഷ് ടെറിട്ടറി കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് വ്യൂയിലോട്ട് പോകുന്നുണ്ടോ, സെക്ടറിന് സ്ട്രെങ്ത്ത് വരുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. പക്ഷേ സാധാ ബാങ്ക് ഒരു പുൾ ബാക്ക് ആണോ എന്നാണ് എനിക്കറിയില്ല. ഞാൻ എനിവേസ് എൻ്റെ 50% ഞാൻ ബുക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് പുൾ ബാക്ക് ആണോ കറക്റ്റ് ചെയ്യുമോ എന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,000 താഴെയാണ്. ഫൈൻ, ആ 25,000 താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഉറപ്പായിട്ട് 24,500 എന്ന് പറയുന്ന പിവോട്ട് ലെവലിലോട്ട് പോയി കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് താഴെ പോകുന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത റിസൾട്ടുകൾ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ റിലയൻസിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ റിലയൻസിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല അനലിസ്റ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ കുറച്ച് നന്നായിട്ടുണ്ട്. മാർജിൻ കൂടിയിട്ടുണ്ട്. റിലയൻസ് റീറ്റെയിൽ ആണെങ്കിലും റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ട്. IT-കളിലോട്ട് വരുമ്പോഴാണ് കുറച്ച് മോശം റിസൾട്ട് ഉണ്ടാകുന്നത്. മാത്രമല്ല IT കമ്പനികളിൽ വലിയ ലേ ഓഫാണ് നടക്കുന്നത്. അത് AI വന്നുകൊണ്ട് മാത്രമല്ല, സാമ്പത്തിക ഞെരുക്കം ഉള്ളത് കൊണ്ടാണ് ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള IT കമ്പനികളിൽ വലിയ ലേ ഓഫ്, വലിയ രീതിയിൽ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അത് മനസ്സിലാവും. അതുതന്നെയാണ് IT-യുടെ റിസൾട്ടിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. ബാങ്കുകളിൽ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് എടുത്തൊരു വലിയ നടപടിയുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്താലും നമുക്ക് 5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അത് 12 ലക്ഷം രൂപയായിട്ട് ഉയർത്തണം എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം. അപ്പോൾ അത് നടപ്പായി കഴിഞ്ഞാൽ ബാങ്കുകൾ കൂടുതൽ ഇൻഷുറൻസ് തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ബാങ്കുകളുടെ ലാഭത്തിന് ഒരു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച, ഈ ആഴ്ച ഇപ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. HDFC, ICICI, RBL ബാങ്ക്, ഇന്ത്യ സിമൻസ് എല്ലാം വരാനുണ്ട്. അപ്പോൾ ഒത്തിരി റിസൾട്ടുകൾ വരാനുണ്ട് എന്നുള്ളതാണ്. നിഫ്റ്റി ബാങ്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, റൈറ്റ്? ബാങ്ക് ഓൾറെഡി ബുള്ളിഷ് തന്നെയാണ്, പക്ഷേ ടോപ്പിലെത്തിയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ IT-യുടെ ആണ് റിസൾട്ടുകൾ കുറച്ച് മോശമായിട്ട് നമുക്ക് കാണുന്നത്, വിചാരിച്ചതിനേക്കാൾ മോശമായതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാങ്കിങ്ങിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റും. റിസൾട്ടുകളുടെ ഒരു മെനയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വിംഗ് ട്രേഡേഴ്സൊക്കെ ഒന്ന് അല്ലേ മാറിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. ആക്ച്വലി വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൊമെൻ്റ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാം. മാർക്കറ്റ് ബ്രെഡ്ത്ത്
ഈ ആഴ്ച കുറച്ച് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്തത്. ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ പോഡ്കാസ്റ്റിൽ പറയുന്ന സമയത്ത് ബ്രെഡ്ത്ത് മോശമാവുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ഒരു പുൾ ബാക്ക് മാത്രമായിട്ട് ഇതിനെ കാണണോ എന്നുള്ള കേസിൽ എനിക്കും കൺഫ്യൂഷൻ ഉണ്ട്. സോ ഒരു ക്ലാരിറ്റി ഇല്ല മാർക്കറ്റിൽ. ബട്ട് ഓവറോൾ വാല്യുവേഷൻ വൈസ് ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ ഇറ്റ്സ് ബീറിഷ് ആണ് എന്നുള്ളൊരു ഫീല് തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 24,500 ചിലപ്പോൾ 24,500 ചെറിയൊരു കൺസൾട്ടേഷൻ റേഞ്ച് ഉണ്ട്. 25,000 താഴെ ഇപ്പോൾ അടുത്ത 2 ദിവസം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കറ്റ് 24,500 എന്ന് പറയുന്ന ലെവലിലോട്ട് കറക്റ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് അതിനൊരു പുൾ ബാക്ക് മാത്രമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓൾ ടൈം ഹൈലോട്ട് ഒരു റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഓൾ ടൈം ഹൈലോട്ട് മാർക്കറ്റ് പെട്ടെന്നൊരു റിക്കവറി വരികയാണെങ്കിൽ അത് സാധാരണക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പുൾ ബാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആയിട്ടോ കാണാം. ഒരു അൾട്ടിമേറ്റ് ക്രാഷ് എങ്ങാനും വരുന്നുണ്ടെങ്കിൽ ഒരു അബ്നോർമൽ റാലി വന്നിട്ടേ അത് വരുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും ട്രാപ്പ് ചെയ്യിപ്പിക്കാൻ മാർക്കറ്റിന് പറ്റില്ല. റൈറ്റ്? ഇപ്പോൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിനും നല്ലതാണ്. പക്ഷേ എല്ലാവരെയും ട്രാപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒന്നുകൂടി മാർക്കറ്റ് മുകളിലൊക്കെ കൊണ്ടുപോയി ഓൾ ടൈം ഹൈ കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യിപ്പിച്ചാൽ അതൊരു അൾട്ടിമേറ്റ് കറക്ഷൻ ആയിരിക്കും. അതെ, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ ബെയറിഷാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ബുള്ളിഷാന്ന് പറഞ്ഞല്ലോ. അവർക്ക് ഇപ്പോൾ ബെയറിഷായിട്ടുണ്ടോ? അവരിപ്പോൾ ബിയറിഷ് മോഡ് ഒരു 24,500 ആകുമ്പോഴേ അവർ ഒരു ബിയറിഷ് മോഡ് ഓണാക്കി തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഒന്ന് കൊണ്ടുപോയിട്ട് അവരെ വീണ്ടും ബുള്ളിഷൊക്കെ ആക്കിയിട്ട് അടിച്ചേക്കാം. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിന്, ഇന്ത്യൻ മാർക്കറ്റിന്, ഇന്ത്യൻ എക്കണോമിക്ക് ഒക്കെ ഒരു വലിയൊരു കറക്ഷൻ ആവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കൂടുതൽ ചീപ്പ് കോസ്റ്റിലോട്ട് കാര്യങ്ങളുടെ വില കുറയാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറി നിൽക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇത്ര ഏണിങ്സ് ഉള്ളപ്പോൾ മൊത്തത്തിലുള്ള ഇൻഫ്ലേഷനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. മൊത്തത്തിൽ സാധനങ്ങളുടെ വില കൂട്ടാനും അല്ലെങ്കിൽ മൊത്തത്തിൽ ഹൈ റേറ്റിലോട്ട് കാര്യങ്ങൾ പോകാനും റിയൽ എസ്റ്റേറ്റിൽ പോലും വില കൂടുതലായിട്ട് നിൽക്കാൻ ഇതൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു ലോങ് കൺസോളിഡേഷൻ ഒരു 1 ഇയർ 2 ഇയറിൽ ഈ പറഞ്ഞ ഒരു 22,000 to 27,000 എന്ന് പറയുന്ന ഒരു റേഞ്ചിലുള്ള ഒരു കൺസോളിഡേഷൻ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഏണിങ്സ് കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കോറിലേറ്റഡ് അല്ല. ഏണിങ്സ് മാത്രമായിട്ട് കൂടുകയൊന്നുമില്ലല്ലോ. ഇന്ത്യൻ ഗവൺമെൻറ് കൂടുതൽ കമ്പനികൾ IPO ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏണിങ്സ് നന്നായി വരാതെ മാർക്കറ്റ് മാത്രമായിട്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ എക്കണോമിക്ക് ഒട്ടും തന്നെ നല്ലതല്ല. ടെക്നിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ ഇട്ട് നോക്കുമ്പോൾ മാർക്കറ്റിലൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. വലിയൊരു സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പോകുന്നില്ല. സോ ഈ റിസൾട്ടുകളെല്ലാം മോശം കൂടി ആയി കഴിഞ്ഞാൽ എഗെയിൻ ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ട്രാപ്പ് ചെയ്യിക്കാനായിട്ട്. അല്ല, ഞാനത് പറഞ്ഞു 24,500 കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു റിക്കവറിക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എനിവേസ് വിക്സ് ഭയങ്കര കുറവാണ്. ലോ വിക്സിലെ F&O ട്രേഡേഴ്സൊക്കെ ശരിയാണ്, നമ്മൾക്ക് വെറുതെ ബയേഴ്സിനൊന്നും ഒരു പ്രീമിയം ഒന്നും ഒരു രീതിയിലും ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ്സ് കിട്ടും എന്നല്ലാതെ ആ ഒരു ഗാമ ബ്ലാസ്റ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ട്രേഡ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചെറിയ ട്രേഡ്സ് ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അല്ല, വ്യാഴാഴ്ച അവിടെ പോകുന്ന തിരിക്കുന്നത് ഒറ്റ പൊട്ട് താഴത്തേക്ക് ഉച്ചയ്ക്ക് സന്തോഷമായി. ആക്ച്വലി ഒരു 3x 4x 5x ഒക്കെ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അതിന് വിക്സ് കൂടണം. വിക്സ് ഒരു 14 എത്തിയാൽ മാത്രമേ. ഇപ്പൊ എനിക്ക് 12-11 റേഞ്ച് താഴെ ഭയങ്കര നിർജീവമായിട്ടുള്ള മാർക്കറ്റ്. അതെ, ഇപ്പൊ വോളിയം ഭയങ്കര കുറവാണ്. ഫ്യൂച്ചറിലൊന്നും ഒട്ടും വോളിയം ഇല്ല. യെസ്, പക്ഷേ 14-15 ഒക്കെയാണ്. ഈ ആഴ്ചത്തെ ഒരു ഗുണം DK ഭയങ്കര ലീനിയർ ആയിട്ടുള്ള DK ആണ്. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സിന് കുറച്ച് ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ വോളിയം നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നുന്നു ഈ ജെയിൻ സ്ട്രീറ്റ് ഒക്കെ പോയതുകൊണ്ടാണ് മാർക്കറ്റ് ജെയിൻ സ്ട്രീറ്റ് തിരിച്ചു വന്നല്ലോ, അവന്മാർ ആവശ്യത്തിന് ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഭയങ്കര വോളിയം കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ്, വോളിയത്തിൽ ചെറിയ കുറവുണ്ട്. പക്ഷെ അത് ഒരു പ്രശ്നമല്ല. ആക്ച്വലി വിക്സ് കൂടാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വിക്സ് കൂടി മാർക്കറ്റിൽ വിക്സ് കൂടണമെങ്കിൽ ഒരു നന്നായിട്ടുള്ളൊരു ഫാള് വന്നു കഴിഞ്ഞാൽ വിക്സ് കൂടും. ചിലപ്പോൾ എങ്ങനെയെങ്കിലും മാർക്കറ്റ് പോയി താഴത്തേക്കായാലും മുകളിലോട്ടായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പോയാൽ മതി, അവിടെ തന്നെ നിൽക്കരുത് എന്നുള്ള മാത്രമേ. അല്ല, ഇപ്പോൾ ഒരു ദിവസത്തെ റേഞ്ച് 100 points ഒക്കെ അല്ലേ ഉള്ളൂ. ഇതൊരു 300 pointsലെങ്കിലും നിഫ്റ്റിക്ക് വേണം. സത്യത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ഒരിടയ്ക്കൊക്കെ ഒരു 3x ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് അങ്ങോട്ട് ഭയങ്കര കുറവാണല്ലേ.
ഭയങ്കര കുറവാണ്. അത് ആക്ച്വലി കിട്ടുന്നേ ഇല്ല. കഴിഞ്ഞ 2 മാസമായിട്ട് റിയലി ശോകം. സ്കാൽപ്പ് ചെയ്യുക, 30 പോയിന്റ് 20 പോയിന്റ് ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം. രാവിലെ ട്രേഡ് എടുത്ത് പിന്നെ രാവിലത്തെ ട്രേഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അന്ന് മാർക്കറ്റ് ചത്തുതരും. പിന്നെ വല്ല 5 പോയിന്റ് 10 പോയിന്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. അതിന് ഭേദം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ആ ഒരു വലിയ മൂവ്മെന്റ് അടുത്ത് തന്നെ തരട്ടെ. എന്തായാലും അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഒരു ബെയറിഷ് ആയിരിക്കുമോ? 25,000 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവലിന്റെ താഴത്ത് നിൽക്കുമോ? ഫ്യൂച്ചർ 25,000 താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇല്ല, ഫ്യൂച്ചറാണ് മാർക്കറ്റിനെ തടഞ്ഞ് നിർത്തുന്നത്. ഫ്യൂച്ചർ കൂടി വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഫ്യൂച്ചറിന്റെ എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച സെൻസെക്സിന്റെ എക്സ്പയറിക്ക് നമുക്ക് ഒരു പക്ഷേ ഇത് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ഐഡിയ നമുക്ക് കറന്റ് തരുന്നില്ല. നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് അറിയേണ്ടി വരും. ബാക്കി റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ HDFC റിസൾട്ട് വരാൻ പോകുന്നു എന്ന് പറയുന്നു. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ഒക്കെ 50% ഞാൻ ബുക്ക് ചെയ്ത് ക്യാഷ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. താഴെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. നല്ല പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് ഓവർ വാല്യുവേഷൻ ആണ്. ഞങ്ങൾക്കൊരു സന്തോഷം എന്ന് പറയുന്നത് മാർക്കറ്റ് ഓവറോൾ പോർട്ട്ഫോളിയോ ഒരു പോസിറ്റീവ് ആണ് എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് മറ്റേ അവസാന വീഴ്ചയ്ക്കുമ്പോഴുള്ള ശാന്തതയാണോ അറിയില്ല. അപ്പോൾ എന്നിരുന്നാലും അടുത്ത ആഴ്ച കണ്ടന്നെ അറിയാം. അപ്പോൾ അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് അടുത്ത ആഴ്ച പോഡ്കാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.